പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു. മത്തായി സുവിശേഷം 21 അധ്യായം 3 വാക്യം, നിങ്ങളോട് ആരാനും വല്ലതും പറഞ്ഞാൽ കർത്താവിന് ഇവയെക്കൊണ്ട് ആവശ്യം എന്ന് പറവീൻ, തൽക്ഷണം അവൻ അവയെ അയക്കും എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. കർത്താവിന് ഇവയെക്കൊണ്ട് ആവശ്യം. ഇന്ന് രാവിലെയും പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നതും അതുതന്നെയാണ്. ദൈവത്തിന് നമ്മെക്കൊണ്ട് ആവശ്യമുണ്ട്. ആർക്കും ആവശ്യമില്ലെങ്കിലും, ആർക്ക് വേണ്ടെങ്കിലും പ്രിയരെ ഭയപ്പെടേണ്ട. നമ്മെക്കൊണ്ട് പദ്ധതിയുള്ള ദൈവമുണ്ട്. നമ്മെ ഉണ്ടാക്കിയ ദൈവത്തിന്, നമ്മുടെ സൃഷ്ടാവായ ദൈവത്തിന് നമ്മെ ആവശ്യമുണ്ട്. നമ്മെ പ്രയോജനപ്പെടുത്താൻ, നമ്മെ ഉപകാരപ്രദമാക്കുവാൻ കർത്താവിന് സാധിക്കും. ഹല്ലേലൂയ. തിരുവചനത്തിലെ ഈ ഭാഗം നമുക്ക് നന്നായിട്ടറിയാം. യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ ഹല്ലേലൂയ എതിരെയുള്ള ഗ്രാമത്തിലേക്ക് അയക്കുക. അവിടെ കെട്ടപ്പെട്ട ഒരു കഴുതയെ അഴിച്ചു കൊണ്ടുവന്ന് ഓശാന ആചരിക്കുന്ന, ഓശാനയുടെ ആ ഹല്ലേലൂയ ആ സ്തുതികൾ ഉയർത്തുന്ന ഒരു ദിവസമാക്കി അതിനെ മാറ്റി. ഹല്ലേലൂയ. എതിരെയുള്ള ഗ്രാമത്തിൽ കെട്ടപ്പെട്ട നിലയിൽ കിടക്കുന്ന ഒരു കഴുത. ഹല്ലേലൂയ. അതിനെ ആർക്കും വേണ്ട, അതുകൊണ്ടാണ് അതിനെ തള്ളിക്കളഞ്ഞത്. ഹല്ലേലൂയ. ഒരു കഴുതയ്ക്ക് വിലയില്ല എന്ന് കണ്ടിട്ട് ഒരു പക്ഷേ കഴുത്തൊടിക്കാൻ തള്ളിക്കളഞ്ഞതായിരിക്കും. ഹല്ലേലൂയ. കടിഞ്ഞൂലുകളെ ഒക്കെയും ദൈവത്തിന് കൊടുക്കുമ്പോൾ കഴുതയുടെ കടിഞ്ഞൂലിനെ ദൈവസന്നിധിയിൽ പോലും വേണ്ടാത്തത് അത്രേ, അതിനെ കഴുത്തൊടിക്കാൻ നിയമിച്ചത്. പ്രിയരെ, ഒരു പക്ഷേ വിലയില്ലാത്ത, ലോകം കൊള്ളത്തില്ലെന്ന് പറയുന്ന ചിലതിനെ ലോകം തള്ളിക്കളഞ്ഞു കാണും. അല്ലെങ്കിൽ ദേശക്കാർ തള്ളിക്കളഞ്ഞു കാണും, കുടുംബക്കാർ തള്ളിക്കളഞ്ഞു കാണും. എന്നാൽ കർത്താവിന് നിന്നെ കൊണ്ട് ആവശ്യമുണ്ട്. ലോകത്തിൻ്റെ മുമ്പാകെ നിനക്കൊരു വിലയും കാണത്തില്ല. ഇന്ന് രാവിലെ കർത്താവ് വിളിച്ചു പറയുന്നു, നിന്നെ കർത്താവിന് ആവശ്യമുണ്ട്. ആർക്കും വേണ്ടാത്തവനെ ഹല്ലേലൂയ വിലയുള്ളവനാക്കി, ഹല്ലേലൂയ കൊള്ളാവുന്നവനാക്കി മാറ്റുന്നവനത്രേ നമ്മുടെ ദൈവം. 2 വേദപുസ്തകം പറയുന്ന എതിരെയുള്ള ഗ്രാമത്തിൽ നിങ്ങൾ കടന്നു ചെല്ലുവീൻ. ഹല്ലേലൂയ. യേശു കർത്താവ് ഒരു ഗ്രാമത്തിലിരിക്കുമ്പോൾ മറ്റൊരു ഗ്രാമത്തിലാണ് ഈ കഴുതയെ കെട്ടപ്പെട്ടിരിക്കുന്നത്, മറ്റുള്ളൊരു സ്ഥലത്താണ് കെട്ടിരിക്കുന്നത്. എന്നാൽ യേശു കർത്താവിന് അവയെ കാണാൻ സാധിക്കും. പ്രിയരെ, നിങ്ങൾ എവിടെയാണെങ്കിലും, ഹല്ലേലൂയ എത്ര ദൂരത്താണെങ്കിലും കർത്താവിന് നിങ്ങളെ നന്നായിട്ടറിയാം. ഇന്ന് പകൽക്കാലം നാം ഏത് ദേശത്തിരുന്നുകൊണ്ട് ഈ വചനം കേൾക്കുമ്പോഴും, ഏത് ദേശത്തിരുന്നുകൊണ്ട് ഇത് ധ്യാനിക്കുമ്പോഴും കർത്താവ് പറയുന്നു, എനിക്ക് നിന്നെ കാണാൻ പറ്റും, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. കർത്താവിൻ്റെ അഗ്നിജ്വാലയ്ക്കത്തുള്ള കണ്ണിനകത്ത് നാം ആയിരിക്കുന്ന സ്ഥലത്തെ ദൈവത്തിന് നന്നായിട്ടറിയാം. പ്രിയരെ, നിങ്ങൾ ഏത് സ്ഥലത്ത് ഉള്ള വ്യക്തിയായിക്കോട്ടെ, ഏത് ഹല്ലേലൂയ ജോലി ചെയ്യുന്ന വ്യക്തിയായിക്കോട്ടെ, കർത്താവ് പറയുന്നു, ഹല്ലേലൂയ എനിക്ക് നിന്നെ വേണം, എനിക്ക് നിന്നെ ആവശ്യമുണ്ട്. നീ എത്ര ദൂരത്താണെങ്കിലും, എത്ര മറഞ്ഞിരുന്നാലും, എത്ര ദൂരത്തിരുന്നാലും നിന്നെ കാണുന്ന അഗ്നിജ്വാലയ്ക്കത്തുള്ള കണ്ണുള്ള കർത്താവ് വിളിച്ചു പറയുന്നു, എനിക്ക് നിങ്ങളെ ആവശ്യമുണ്ട്. ഹല്ലേലൂയ. ഇതാ മൂന്നാമതായി പറയുന്നത്, അത് കെട്ടപ്പെട്ട കഴുതയാണ്, കെട്ടപ്പെട്ടതാ. അതിനൊരു ബന്ധനമുണ്ട്, ഒരു കെട്ടുണ്ട്. ഹല്ലേലൂയ. അതിന് ഫ്രീ ആയിട്ട് എങ്ങും പോകാൻ പറ്റത്തില്ല. എന്നാൽ ഹല്ലേലൂയ 1 യോഹന്നാൻ 3 അധ്യായം 8 വാക്യത്തിൽ പറയുന്നു, ഹല്ലേലൂയ പിശാചിൻ്റെ പ്രവർത്തികളെ അഴിപ്പാൻ മനുഷ്യപുത്രൻ പ്രത്യക്ഷനായി. അതിൻ്റെ അർത്ഥം എത്ര വലിയ കെട്ടുകെട്ടി ശത്രു കെട്ടിയിട്ടാലും ആ കെട്ടഴിപ്പാൻ കഴിവുള്ളവൻ, കെട്ടഴിച്ചിട്ട് പ്രയോജനപ്പെടുത്താൻ കഴിവുള്ള ദൈവം നമ്മുടെ പിതാവാ. ആ കർത്താവ് പറയുന്നു, എനിക്ക് നിങ്ങളെ ആവശ്യമുണ്ട്. ഹല്ലേലൂയ. വിലയില്ലാത്തതായിക്കോട്ടെ, മറിഞ്ഞ് ദൂരത്തിരിക്കുന്നതായിക്കോട്ടെ, കെട്ടപ്പെട്ടതായിക്കോട്ടെ, കർത്താവിന് ആവശ്യമുണ്ട്. വീണ്ടും വേദപുസ്തകം പറയുന്നത്, ആരും കയറിയിട്ടില്ലാത്ത കഴുതയാ, ആരും ഇതിനെ ഉപയോഗിച്ചിട്ടില്ല, ആരും കയറാത്ത കഴുതക്കുട്ടിയാ. എന്താ അതിൻ്റെ അർത്ഥം? ഇതിനെ മയക്കാൻ, ഇതിനെ മെരുക്കിയെടുക്കുവാൻ ആർക്കും പറ്റിക്കാണത്തില്ല. ഇതുവരെ അതിനെ ട്രെയിൻ ചെയ്ത് കാണത്തില്ല. പലർക്കും വേണ്ടത് അല്ലെങ്കിൽ നല്ല മെരുക്കമുള്ളതിനെയാണ് വേണ്ടത്, നന്നായി ഹാൻഡിൽ ചെയ്യാൻ പറ്റിയതിനെയാണ് വേണ്ടത്, ഏറ്റവും നന്നായി ഇണങ്ങിയതിനെയാണ് വേണ്ടത്, നല്ല വിദ്യാഭ്യാസമുള്ളതിനെയാണ് വേണ്ടത്, നല്ല സൗന്ദര്യമുള്ളതിനെയാണ് വേണ്ടത്, നല്ല കുടുംബ പാരമ്പര്യമുള്ളതിനെയാണ് വേണ്ടത്, നല്ല വാക്സാമർത്ഥ്യമുള്ളതിനെയാണ് വേണ്ടത്. എന്നാൽ കർത്താവ് പറയുന്നു, നിനക്കൊരു ഗുണവും കാണത്തില്ല, നിനക്കൊരു മെരുക്കവും കാണത്തില്ല. അല്ലെങ്കിൽ ആരും നിന്നെ ഇതുവരെ ട്രൈ ചെയ്ത് കാണത്തില്ല. എന്നാൽ കർത്താവ് പറയുന്നു, ആരും ട്രൈ ചെയ്യാത്ത, ആരും ഉപയോഗിക്കാത്തതിനെ കർത്താവിനെ ഉപയോഗിക്കാൻ പറ്റും. പ്രിയരെ, നാം എവിടെയാണോ, ഏത് ദേശത്താണോ, കർത്താവ് ഇന്ന് പകൽക്കാലം വിളിച്ചു പറയുന്നു, കർത്താവിന് നിങ്ങളെ ആവശ്യമുണ്ട്. നിങ്ങളുടെ കുടുംബത്തിനകത്ത് ഒരുപക്ഷെ കുടുംബക്കാർക്ക് പോലും നിങ്ങൾ വിലയുള്ളവനായി കണ്ടു
കാണത്തില്ല. ഹല്ലേലൂയ. നിങ്ങൾ കെട്ടപ്പെട്ട വ്യക്തിയായിരിക്കും. രോഗത്താൽ കെട്ടപ്പെട്ടത്, കടഭാരത്താൽ കെട്ടപ്പെട്ടത്, പാപഭാരത്താൽ കെട്ടപ്പെട്ട് ഹല്ലേലൂയ ഒത്തിരി ഭാരത്തോടെ പ്രയാസത്തോടെ ഇരിക്കുന്ന കർത്താവിൻ്റെ പ്രിയ പൈതല്, ഇന്ന് പകൽക്കാലം കെട്ടുകളെ അഴിച്ചിട്ട് തമ്പുരാന് നിന്നെ പ്രയോജനപ്പെടുത്താൻ ഹല്ലേലൂയ അവന് കഴിയും. അവന് നിന്നെ കൊണ്ട് ആവശ്യമുണ്ട്. ഹല്ലേലൂയ. എത്ര ദൂരത്താണെങ്കിലും എത്ര മറഞ്ഞിരുന്നാലും ഹല്ലേലൂയ കർത്താവിൻ്റെ കരത്തിൽ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നിന്റെ കർത്താവിനെ വഹിക്കുന്ന ഒരു വാഹനമാക്കുവാൻ നീ ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ യേശു കർത്താവ് വിളിച്ചു പറയുന്നു, നിങ്ങളെ പ്രയോജനപ്പെടുത്താൻ കർത്താവിന് സാധിക്കും. ഒരുപക്ഷെ മെരുക്കി കാണത്തില്ല, ഒരുപക്ഷെ ഹല്ലേലൂയ ട്രെയിനപ്പായി കാണത്തില്ല, എന്നിട്ടും കർത്താവ് പറയുന്നു ഉപയോഗിക്കാൻ പറ്റും. ഹല്ലേലൂയ. ആർക്കും മെരുക്കാൻ പറ്റാത്ത ചിലതിനെ കർത്താവ് മെരുക്കി ഉപയോഗിച്ച ചരിത്രം വേദപുസ്തകം നന്നായിട്ട് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. പൗലോസിൻ്റെ ഹല്ലേലൂയ ചരിത്രം മറ്റൊന്നല്ല. ആർക്കും മെരുക്കാൻ പറ്റത്തില്ല, എല്ലാവരെയും ഭീഷണിപ്പെടുത്തി എല്ലാവരെയും ഒതുക്കി നിർത്തിയ ഹല്ലേലൂയ ഒരു പൗലോസിനെ കർത്താവ് മെരുക്കിയെടുത്തില്ലേ. ശമരിയക്കാരി സ്ത്രീയെ ഹല്ലേലൂയ ലോകത്തിന് വില കാണത്തില്ല, കർത്താവ് ഉപയോഗിച്ചില്ലേ. അവിടെ കെട്ടുകളെ കർത്താവ് അഴിച്ചില്ലേ, കർത്താവ് പ്രയോജനപ്പെടുത്തിയില്ലേ. ഹല്ലേലൂയ. ആർക്കും ബന്ധിക്കാൻ പറ്റാത്ത ഹല്ലേലൂയ പിശാച് ബന്ധിച്ച് വെച്ചിരുന്ന ആ ഗദരദേശത്തെ ഭൂതഗ്രസ്തനെ കർത്താവ് പ്രയോജനപ്പെടുത്തിയില്ലേ. ഇന്ന് രാവിലെ കർത്താവിനെ വഹിക്കുന്ന, കർത്താവിൻ്റെ മഹത്വം ചുമക്കുന്ന ദൈവത്തിൻ്റെ പൈതലാക്കി നിന്നെ മാറ്റുവാൻ ദൈവത്തിന് സാധിക്കും. കർത്താവിന് നിങ്ങളെ കൊണ്ട് ആവശ്യമുണ്ട്. നിങ്ങളെ ഉണ്ടാക്കിയവൻ, നിങ്ങൾക്ക് ചോര തന്ന് വില കൊടുത്തവൻ, നിങ്ങളെ വിടുവിച്ചവൻ, നിങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചവൻ വിളിച്ചു പറയുന്നു, എനിക്ക് നിങ്ങളെ വേണം, എനിക്ക് നിങ്ങളുടെ വീട് വേണം, എനിക്ക് നിങ്ങളെയാ വേണ്ടത്. ഹല്ലേലൂയ. ആ ദൈവം ഇന്ന് പകൽക്കാലവും നമ്മെ വിളിക്കുന്നു. അവൻ വിശ്വസ്തൻ, വാക്കുമാറാത്തവൻ. അവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തയേശുവിൽ ജയോത്സവമാക്കി നടത്തും. ഗോഡ് ബ്ലെസ് യു. ആമീൻ. ആമീൻ.